ഞാൻ പറഞ്ഞു, അച്ചാച്ചേ PTA മീറ്റിംഗിന് അച്ചാച്ചൻ പോയാൽ മതി, ഞാൻ വരില്ല. കാരണം അത്രയും ദയനീയാവസ്ഥയോടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മേനെ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു നഷ്ടത്തിന് ശേഷം ഈശോ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചതും അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും ഇത് പോകുമായിരിക്കും, ഫസ്റ്റ് ഇയറിൽ തന്നെ എന്നെ പഠിത്തം നിന്ന് പോകുമായിരിക്കും എന്ന് വരെ വിചാരിച്ചു. ഹലോ, എൻ്റെ പേര് ആഷ്ലി. ഞാൻ കോട്ടയത്തിൽ നിന്നാണ്. ഞാനിവിടെ TCS ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അനിയത്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മേനെ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു നഷ്ടത്തിന് ശേഷം ഈശോ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചതും ഈശോയുടെ സാന്നിധ്യം എത്രമാത്രമായിരുന്നെന്നും അതിന് ശേഷം നടന്ന സംഭവങ്ങളായിരുന്നു. അതിലേക്കാണ് ഞാൻ വരുന്നതും. അപ്പോൾ +2 വരെ ഞാൻ പുറത്തായിരുന്നു പഠിച്ചത്. ഈ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെയും നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് ഒരുപാട് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ കർത്താവിലേക്ക് ഒരു ഡിപ്പെൻഡൻസി വന്നു തുടങ്ങിയായിരുന്നു. നമ്മുടെ ഒരാൾ നഷ്ടപ്പെട്ടു, അപ്പം നമ്മൾ കുറച്ചും കൂടെ പ്രാർത്ഥിക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കോ ഒന്നും വലിയ സ്ട്രെങ്ത് ഇല്ല. കാരണം അതുവരെ നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈശോ ഒരു വലിയ ദൈവമാണ്, നമുക്ക് ഈശോയുടെ നിയോഗങ്ങൾ ചോദിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തിനേറെ പറയുന്നു, ഒരു കൊന്തയുടെ മഹാത്മ്യം പോലും അല്ലെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥന, നമ്മൾ ചെല്ലുന്ന പേഴ്സണൽ പ്രെയർ, കൂദാശകൾ, ഇതിനൊരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ കഴിഞ്ഞിട്ടായിരുന്നു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നെനിക്കൊരു റിയലൈസേഷൻ വരുന്നത്. +2 വരെ ഞാൻ അത്യാവശ്യം പഠിത്തത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ +1 +2 ആ ഒരു 2 കാലഘട്ടത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു പഠന മേഖലയിൽ. കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രീം തന്നെയായിരുന്നു സയൻസ്. എന്നെ ഒരു രീതിയിലും എവിടുന്നും പ്രഷറൈസേഷനൊന്നും വന്നില്ല. സയൻസ് എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ എടുത്തു. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. പക്ഷേ ഞാൻ അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്താലും ആ സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ല. ഞാൻ അതിന് എത്ര എഫേർട്ട് ഇട്ട് പഠിച്ചാലും, ആരോടൊക്കെ സംശയം ചോദിച്ചാലും, ഏതൊക്കെ കോച്ചിങ് സെൻറ്ററിൽ പോയാലും എനിക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോഴേ ടെൻഷനോ. എന്തിനേറെ പറയുന്നു, പ്രീ ബോർഡ് ഞാൻ ഫിസിക്സിൽ ഫെയിലായി. ഞാൻ പറഞ്ഞു, അച്ചാച്ചേ PTA മീറ്റിംഗിന് അച്ചാച്ചൻ പോയാൽ മതി, ഞാൻ വരില്ല. കാരണം അത്രയും ദയനീയാവസ്ഥയോടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ പോലും ആരെങ്കിലുമൊക്കെ കർത്താവിനെങ്കിലും വിളിക്കും. ഞാൻ അപ്പോഴും വിളിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ബോർഡ് എക്സാം സൂപ്പറാക്കും എന്നൊക്കെയായിരുന്നു. ആ ഒരു സമയത്ത് ഈശോനൊന്ന് വിളിക്കാനോ, ഈശോ നമ്മുടെ പഠനത്തിൽ ഇടപെടണമെന്നോ, പരിശുദ്ധാത്മാവിനെ വിളിക്കാനോ ഉള്ളൊരു ഓട്ടത്തിലായിരുന്നില്ല. എനിക്ക് എൻ്റെ മിടുക്ക് കൊണ്ട് ഞാൻ പഠിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഞാൻ ടോപ്പ് അടിക്കും എന്നുള്ളൊരു ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. +2 എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി നമുക്കൊരു മാർക്ക് കിട്ടുന്നു. അന്ന് തീരുമാനിച്ചു, ഇനി എന്തായാലും അവിടെ ഇരുന്ന് പഠിക്കണ്ട, നമുക്ക് നാട്ടിലോട്ട് വരാമെന്ന്. നാട്ടിലോട്ടാണ് വീട്ടിൽ എടുക്കാൻ വേണ്ടി നാട്ടിലോട്ട് വരുന്നു. അന്ന് ആദ്യമായിട്ട് +2ന് ശേഷമുള്ള ജീവിതം വരെ നമ്മളെല്ലാ കുടുംബവും ഒരുമിച്ചാണ്. ആദ്യമായിട്ടാണ് നാട്ടിലോട്ട് വരുന്നത്, മാറി നിന്ന് പഠിക്കാൻ പോവുക. അപ്പം അതിൻ്റെ ടെൻഷൻ വീട്ടുകാർക്കുണ്ട്, എനിക്കുണ്ട്. +2 വരെ ഗേൾസ് സ്കൂളിൽ ആയതുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, എങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യണം, ഭയങ്കര പേടിയായിട്ടാണ് നമ്മൾ വരുന്നത്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ S1 S2ലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും ഇത് പോകുമായിരിക്കും, ഫസ്റ്റ് ഇയറിൽ തന്നെ എന്നെ പഠിത്തം നിന്ന് പോകുമായിരിക്കും എന്ന് വരെ വിചാരിച്ചു. കാരണം ഞാൻ ഏറ്റവും ഭയക്കുന്ന സബ്ജക്റ്റ് കറക്റ്റ് S1ലും S2ലും കയറി വന്നു. പക്ഷേ എവിടെയൊക്കെയോ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള റിയലൈസേഷൻ വന്നു തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്ത്. കാരണം നമ്മൾ ഒറ്റയ്ക്കായി, നമുക്കിനി ചെയ്യാനൊന്നുമില്ല, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇനിയെങ്കിലും പ്രാർത്ഥിക്കാം എന്നായിരുന്നു. അങ്ങനെയാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എൻട്രി ആവുന്നത്. ഒരു രാത്രി, ഒരു വൈകുന്നേരം കുറച്ച് ചേച്ചിമാർ ജീസസ് യൂത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കോളേജിൻ്റെ ഹോസ്റ്റലിലോട്ട് വന്നു. മറ്റാരേക്കാളും ആ ഒരു കുറച്ച് ചേച്ചിമാർക്ക് എന്തിരുന്നാൽ പോലും ഒരു സന്തോഷം, അവരുടെ മുഖത്തൊരു ജോയ്ഫുൾനെസ്, എപ്പോഴും ഒരു ചിരി. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ഞങ്ങൾ ജൂനിയേഴ്സ് എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ ഇവർ ജീസസ് യൂത്തിൽ കിട്ടി ഈശോനെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. ഈശോ അങ്ങനെയാണ്, ഈശോ നമ്മുടെ കൂടെ പാട്ട് പാടും, ഈശോ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കും, നമ്മൾ വിചാരിക്കുന്ന ഈശോ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെറുതെ ആയിരിക്കും. പക്ഷെ ആ കൗതുകം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റിയിലോട്ട് പോകാമെന്നുള്ള തീരുമാനം എടുത്തത്. ആ തീരുമാനമായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും അക്കാഡമിക്കലി വീക്കായിട്ടിരുന്ന എന്നെ കർത്താവ് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ചാപ്പലുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഉത്തരവ് വന്നു, ഇനി പണ്ടത്തെ പോലെ എല്ലാ ഞായറാഴ്ചയും അറ്റൻഡ് ചെയ്താൽ പോരാ, നീ എന്നും കുർബാന കൂടണമെന്ന്. ഞങ്ങളുടെ വാർഡൻ സിസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്, കട്ടിലിൽ നിന്ന് നേരെ വീഴുന്നത് അൾത്താരയിലോട്ടാണ്, അത്രേ ഡിസ്റ്റൻസ് ഉള്ളൂ, എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ എത്തണം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ നമുക്ക് മടുപ്പ് തോന്നും,
കാരണം നമ്മൾ +2 വരെ സൺഡേ മാത്രമേ കുർബാന കൂടുള്ളൂ. ഏത് കുർബാന? നമുക്ക് സൗകര്യമുള്ള ഏതെങ്കിലും സമയത്ത് ഓർത്ത് ഏതെങ്കിലും ഒരു കുർബാന. പക്ഷേ ഇത് രാവിലെ എഴുന്നേക്കണം, മടിയായി തുടങ്ങി. പക്ഷേ എല്ലാ ദിവസവും കുർബാന അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിലൂടെയായിരുന്നു ആ ദിവസം പൊക്കോണ്ടിരുന്നത്. ജീസസ് യൂത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ ഗ്യാതറിംഗ് പിടിക്കുമായിരുന്നു. അന്ന് ഞാൻ വന്നില്ലെങ്കിൽ ഏതേലും ഒരു ചേച്ചി ചോദിക്കും ഇന്നെന്താ വരാത്തതെന്ന്. ഏതെങ്കിലും കുർബാന മിസ്സായാൽ പോലും സിസ്റ്റർ ചോദിക്കും ഇന്നെന്താ വരാത്തതെന്ന്. നമ്മുടെ അഭാവം കർത്താവ് അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കുർബാനയ്ക്ക് പോയി തുടങ്ങി, എല്ലാ ഗ്യാതറിംഗ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. പയ്യെ പയ്യെ നമുക്ക് ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്റേണൽ എക്സാം വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊരു കുട്ടീനെ പോലും നല്ല ടെൻഷനുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് ചാപ്പിൽ പോയി ഈശോയുടെ മുന്നിൽ പറഞ്ഞു, ദേ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എൻ്റെ കൂടെ ഇരിക്കണം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന ഈശോയുടെ മുന്നിൽ എത്തിച്ചത്. ഞാൻ ചാപ്പലിൻ്റെ അകത്തിരുന്നും പുറത്തിരുന്നുമായിട്ട് പഠിച്ചു. കാരണം 8 മണിക്ക് ശേഷം ഞങ്ങളുടെ എല്ലാവരുടെ ഫോൺ എടുക്കും. അപ്പോൾ 8 മണിക്ക് ശേഷം നമുക്ക് ചെയ്യാനൊന്നുമില്ല. മറ്റു കുട്ടികളും മറ്റു റൂമുകളിലൊക്കെ പോയി സംസാരിക്കുമെങ്കിലും എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാകാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം എടുത്ത് ചാപ്പിലിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് ഇൻറ്റേർണൽ എക്സാമിനൊക്കെ ഇരുന്ന് പഠിച്ചു. അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്കോടെ പാസ്സായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലൊരു കഴിവുണ്ട്, പക്ഷേ ആ കഴിവ് എനിക്ക് നൽകിയത് എൻ്റെ ഈശോയാണ്. അങ്ങനെയാണ് സെമസ്റ്റർ എക്സാം വരുന്നത്. ഈ സെമസ്റ്റർ എക്സാം എന്ന് പറയുമ്പം സപ്ലി അടിച്ചാൽ നമ്മുടെ കരിയർ തീർന്നു, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. സപ്ലി അടിച്ചാൽ പിന്നെ തീർന്നു മോളെ എന്നാണ് സീനിയേഴ്സ് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. കാരണം ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇതെല്ലാം ഞാൻ +2 വരെ സ്ട്രഗിൾ ചെയ്ത സബ്ജക്റ്റുകളാണ്. പക്ഷെ അപ്പോഴും ഞാൻ എന്ത് ചെയ്തു? കുർബാന മുടക്കിയില്ല, ഗ്യാതറിംഗ് മുടക്കിയില്ല. ഒരു വല്ലാത്ത തീക്ഷ്ണതയോടെയാണ് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയിരുന്നത്. പണ്ട് ഈശോയോട് സംസാരിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് എല്ലാ കാര്യത്തിനും ഈശോനെ വേണമായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ അടുത്ത് എത്തിച്ചു. അതുപോലെ തന്നെയല്ല, ഞാൻ ഇൻറ്റേർണൽസ് നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ പഠിപ്പിയായി മാറി. മറ്റു കുട്ടികൾക്ക് ഈ പഠിപ്പിന്ന് കേൾക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല. കാരണം +2 വരെ ഞാൻ അക്കാഡമിക്കലി വീക്കായിരുന്നു. എന്നെ ആൾക്കാർ മണ്ടി എന്ന് പറയുമായിരുന്നു, ഇവൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയായിരുന്നു. പക്ഷേ ഈശോയുടെ ഒരു ഇടപെടൽ കൊണ്ട് എനിക്ക് പഠിപ്പി എന്നൊരു ലേബിൾ സ്വന്തമായിട്ട് കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്കത് കേൾക്കും തന്നെ സന്തോഷമായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്ന് ഡൗട്ടുകൾ ചോദിക്കും. ഞങ്ങളുടെ റൂമിൽ കുർബാനയ്ക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു, എല്ലാം എൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്നു. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. കാരണം ഞാൻ അവരോടൊപ്പം തന്നെ പഠിക്കുകയും എനിക്കറിയാവുന്ന ഒരു ഈശോനെ ഞാൻ സൈഡ് വഴിയൊക്കെ പരിചയപ്പെടും. പ്രാർത്ഥിച്ചാലും മാർക്ക് കിട്ടും എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ ഈശോനെ കൊടുക്കാൻ തോന്നി. ഞാൻ പഠിച്ച കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻറ്റേർണൽ എക്സാം കഴിയുന്നു, സെമസ്റ്റർ എക്സാം കഴിയുന്നു. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പഠിച്ചു. പണ്ടത്തെ പോലെയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തീർന്നു. റിസൾട്ടിന് തലേദിവസം ഈശോയോട് പ്രാർത്ഥിക്കും. ഈ ഒരു പാറ്റേൺ ആയിരുന്നില്ല. പിന്നെ ഈ റിസൾട്ട് കിട്ടണ വരെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു ധ്യാനം വെച്ചു. ഈ ധ്യാനത്തിൽ സിസ്റ്റർ നയിക്കുന്നൊരു ധ്യാനമായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ നോക്കാൻ. ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്, ഈശോയെ എന്നെ ഒന്ന് പാസ്സാക്കി വിട്ടാൽ മതിയെന്ന്. +2 ആഷ്ലി ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക, ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 95% മാർക്ക് വേണം. ജീസസ് മെയ്ഡ് മീ ഹംബിൾ ഡൗൺ. എന്നെ വിനയത്തിലോട്ട് തന്നെ താഴ്ക്കാൻ ഈശോ എന്നെ സഹായിച്ചു. പാസ്സാവാൻ വേണ്ടി മാത്രമേ ഞാനന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുള്ളൂ. റിസൾട്ട് വന്നപ്പം കമ്പ്യൂട്ടർ സയൻസിൽ ടോപ്പർ ഞാനായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് അച്ചാച്ചയും അനിയത്തിയും ഭയങ്കര സന്തോഷം. പക്ഷേ ആ ഒരു ടോപ്പർ സെറമണിയിൽ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ പപ്പേനെ അനിയത്തിനെ എല്ലാവരും അന്വേഷിച്ചു. എനിക്ക് ഒട്ടും കിട്ടാത്ത ഒരു സംഭവം, ഒരു എക്സ്പീരിയൻസ് ആ പഠനത്തിൽ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈശോ എത്രത്തോളം എന്നെ അറിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ റിസൾട്ട് വരെ, കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ എന്നും ടോപ്പ് 5 അവസാനത്തെ ഗ്രാജുവേഷൻ സെറമണിയിൽ പ്രോഗ്രാം ടോപ്പർ ഓഫ് ദ ബാച്ച് എന്നും പറഞ്ഞ് ഈശോ എനിക്ക് ഫൈനൽ സമ്മാനം കൂടെ തന്നാണ് എന്നെ അവിടെ നിന്ന് ഇറക്കിയത്. എന്തിനേറെ പറയുന്നു, പ്ലേസ്മെൻറ്റിന് പോലും എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. 3 കമ്പനിയിൽ നിന്നായിരുന്നു എനിക്ക് പ്ലേസ്മെൻറ്റ് ഓഫർ വന്നത്. അത് കാരണം ഈശോനെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് മനസ്സിലായി. ഈശോ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന പോലെ എനിക്ക് ഒരു സ്റ്റഡി റൂമിലിരുന്നാലോ എൻ്റെ ഏത് റൂമിലിരുന്നാലോ വീട്ടിൽ പോയാൽ പോലും കിട്ടാത്തൊരു പരിഗണന ഞാൻ ചാപ്പലുകളിലെ സ്റ്റെപ്പുകളിലിരുന്ന് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഈശോനെ കൂട്ടുപിടിച്ചതും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോഴും ഐ യൂസ് ടു ടോക്ക് ടു ജീസസ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇവൾ ആരോടായി സംസാരിക്കും? ഞാൻ പറയും, ഈശോ ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ ഓർമ്മയുണ്ടല്ലോ അല്ലേ?
എക്സാമിനെ പോലും എനിക്ക് ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈശോനെ വിളിക്കും, ഈശോ ഇത് നമ്മൾ ഇന്നലെ ഇരുന്ന് ചെയ്തതാ, എന്തായിരുന്നു ഇത്? എന്നിട്ട് ഞാൻ ഒരു നിമിഷം കണ്ണടയ്ക്കും. എനിക്ക് കറക്റ്റായിട്ട് ആ ആൻസർ എനിക്ക് തെളിഞ്ഞു വരും. അങ്ങനെയാണ് ഞാൻ എക്സാം പാസ്സായിക്കൊണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോൾ എക്സാം ഹാള്, അതായത് എക്സാം എഴുതാൻ വേണ്ടി കുട്ടികൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും ഞാൻ അവിടെ കൊന്തയും ജോലി നടക്കും. കാരണം ഈശോൻ്റെ കൂടെ ഉണ്ട്, ഇനി പുള്ളിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം എക്സാം ഹാളിലോട്ട്. അത്രയും കോൺഫിഡൻസോടെയാണ് മണ്ടിയായ ആഷ്ലി പഠിപ്പിയായ ആഷ്ലി ആയിട്ട് മാറുന്നത്. ജീസസ് യൂത്ത് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും വളരാൻ പറ്റിയതും ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റി ചെയ്തെന്താന്ന് വെച്ചാൽ ദേ മേഡ് ക്രൈസ്റ്റ് സിംപ്ലർ. അതായത് നമ്മൾ വിചാരിച്ച ഒരു പെഡസ്റ്റലില് സ്വർഗത്തിൻ്റെ മേഘങ്ങളിൽ ഇരിക്കുന്ന ഈശോനെ അല്ല അവരെനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ജീൻസും ടോപ്പും ഗിറ്റാറും വായിക്കുന്ന ഈശോനെയാണ് അവരെനിക്ക് തന്നത്. ഹീസ് അമംഗ് അസ്, ഹീസ് അസ്, അതായത് നമ്മളെപ്പോലെയുള്ളൊരു പാവം മനുഷ്യനാണ് കർത്താവ്. ആൻഡ് ഈശോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വിളിക്കുമ്പോൾ ഈശോ കൂടെ ഉണ്ട്. ആൻഡ് ഹീസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് കോൾ. അപ്പോൾ ഈ ഒരു സമയം പോലും, ഇന്നത്തെ ഡേ പോലും ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നിരിക്കുന്നത്. കാരണം എനിക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈശോ അത് സെറ്റാക്കി എനിക്ക് തരും. പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നവൻ എൻ്റെ കർത്താവ്. അപ്പം ഞാനൊരു ചെറിയ കാര്യം, ഈശോനെ പാസ്സാക്കിയാൽ മതി. പാസ് വേണ്ട, നീ ഞാൻ ടോപ്പറാക്കാം. ഈശോ എനിക്ക് ഒരു കമ്പനി മതി, വേണ്ട നീ 3 കമ്പനി എടുത്തോ. അങ്ങനത്തെ ഒരു വലിയൊരു ഈശോയുടെ ഒരു വലയത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം വി സ്റ്റാർട്ട് കോളിങ് ജീസസ്. നമുക്ക് ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ വൈ നോട്ട് വി കോൾ ജീസസ്? കാരണം അത്രയും അധപ്പതിച്ചിരുന്നു, കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ വല്ലാതെ അവസ്ഥയിലായിരിക്കും പോലും അന്ന് എനിക്ക് ഈശോനെ വിളിക്കാൻ തോന്നിയതാണ്. കാരണം അത്രയും കാലം നമ്മൾ ഈശോനെ ഒരു സൈഡാക്കി വെച്ചു, ആവശ്യം വരുമ്പോൾ മാത്രം വിളിക്കുന്നു. പക്ഷേ പിന്നെ ഈ പഠനത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തു, ജോലി മേഖലയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ ഗോഡ് ഇസ് നിയർ അസ് എന്ന് എനിക്ക് മനസ്സിലായത്. ഈ സമയത്ത് ഇപ്പം ഞാൻ കോർപ്പറേറ്റ് ജോലിയിലോട്ട് പ്രവേശിച്ചെങ്കിൽ പോലും ഈശോ ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇപ്പോഴും ഉണ്ട്. ഒരു 1 year ഒരു ബ്രേക്ക് എടുക്കേണ്ട വന്നു, ഈ കോവിഡൊക്കെ വന്നേ പിന്നെ. പക്ഷേ വീണ്ടും ഈശോനെ തിരിച്ചു വിളിച്ചു, വരണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു നിമിഷം പോലും അടുത്ത എന്താ നടക്കാൻ പോകണമെന്ന് എനിക്ക് വലിയ ഊഹമില്ലെങ്കിലും കർത്താവിന് നല്ല രീതിയിൽ ഊഹമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നൊരു വചനമുണ്ട്, പുറപ്പാട് 14:14, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നീ ശാന്തരായിരുന്നാൽ മതി. അപ്പോൾ അത് എന്നോടാ പറയുന്നത്, ആക്ച്വലി ഗോഡ് ഈസ് ഫൈറ്റിംഗ് ദ ബാറ്റിൽ ഫോർ യു, യു ഹാവ് ടു റിമെയിൻ കാം. ആ ഒരു വചനത്തിലാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ കടന്നുകൂടുമ്പം അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഠന മേഖലകളിലോ ജോലി മേഖലകളിലോ വിഷമിച്ചിരിക്കുമ്പോൾ, pull the Lord to your problems, pull the Lord to your struggles. He will give you the solution. Praise the Lord.